എണീറ്റ് വാ. അപ്പടി മടിയാ, എന്നാ മടിയാ നോക്കണം. വാ ഇങ്ങോട്ട്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല. നമ്മുടെ കെട്ടിയ മോശക്കാരനല്ല. ഈ റംബൂട്ടാൻ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി ഗുണങ്ങളുണ്ട്. വീടാണ്, നല്ല മീനിന്റെ മണം ഉണ്ടെങ്കിൽ സൂപ്പർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ രണ്ടുപേര് മിറ്റത്തോടെ ചൊറിയും കുത്തി നടപ്പുണ്ട്, ചുമ്മാ ഒരു പണിയില്ലാതെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരെ ഒന്ന് കിള്ളാൻ കുറച്ച് പണി കൊടുക്കാം കേട്ടോ, അവർക്ക് ടാസ്ക് കൊടുക്കാം. കൈയും കെട്ടി ഇരിക്കുകയാണല്ലോ. എന്റെ വരവ് കണ്ടപ്പോ എന്തോ പണിയായിട്ടുള്ള വരവാന്ന് എനിക്ക് തോന്നി. എന്ത് പണിയായിരിക്കും എനിക്കറിയാൻ പറ്റില്ല, പറ. ദേ റംബൂട്ടാൻ അങ്ങ് മേളി പഴുത്ത് കിടക്കുന്നുണ്ടോ? കാണത്തില്ല, ചൊവ്വാന്ന് കിടക്കുന്നേ. കമ്പിളിപ്പതുപ്പ് കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെ പിന്നെ ആര് പറിക്കുന്നോർത്താ? നല്ല തോട്ടി, ഇരുമ്പിന്റെ തോട്ടി അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു നോക്കി, പുറമൊക്കെ മിന്നിയിരിക്കുകയാണ്. നല്ല കനമുണ്ട്, അതുകൊണ്ട് ഒരു പുരുഷ സഹായം തേടി വന്നതാ. അതെ അല്ലേ, താഴെയുള്ളത് മൊത്തം കിച്ചാമണി കടിച്ചു പറിച്ചത് തീർത്തിട്ടുണ്ട്. മേളില് അണ്ണാൻ കടിച്ചു പറിക്കുന്നതിന് മുമ്പ് നമുക്ക് പറിച്ചാലോ? പറിക്കാലോ. കാര്യം ഞാൻ സ്വയം പര്യാപ്തയൊക്കെയാണ്, എന്നാലും ഒരു പുരുഷ സഹായം വേണ്ടിയിരിക്കുന്നു. എണീറ്റ് വാ. അപ്പടി മടിയാ, എന്നാ മടിയാ നോക്കണം. വാ ഇങ്ങോട്ട്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ഇവിടെ നിന്നിട്ട് വല്ലതും കിട്ടുമോ നമുക്ക്? ലൂസിക്ക് ഒരിടത്ത് റംബൂട്ടാൻ ഇഷ്ടമാണ്. ലൂസിയെ റംബൂട്ടാൻ തെറ്റി പഠിപ്പിക്കണ്ടായിരുന്നു. ഇനിയിപ്പൊ വീഴുന്നതെല്ലാം ലൂസി കൊണ്ടുപോകും. കിച്ചാവണി ഒരു കൂടെ എടുത്തോണ്ടോന്നേ, ഓടിപ്പോ. ലൂസി പെണ്ണേ, ലൂസി പെണ്ണേ. ഇതന്നെ കാട്ടിപ്പരിപാടി. ലൂസി സ്വസ്ഥമായിട്ട് മൂത്രം ഒഴിക്കാൻ പറ്റുന്ന ആളെ സമ്മതിക്കില്ലേ? സമ്മതിക്കില്ല. ഇവിടെ ആരും മൂത്രം ഒഴിക്കണ്ട എന്റെ അനുവാദം കൂടാതെ. ക്യൂട്ടി പെണ്ണേ, ക്യൂട്ടി പെണ്ണെ, എന്നാ അടി കണ്ടോ? അവക്ക് റംബൂട്ടാൻ വേണമെന്നേ, അതാന്നേ. നോക്കിയ ദൂരെ പഴുത്ത് കിടക്കുന്ന കൊതി വരുന്നു കണ്ടിട്ട് തന്നെ. പക്ഷെ എങ്ങനെ തിന്നാനാ? കേറി പറിക്കാൻ പറ്റുമോ? ഒടിഞ്ഞാ എന്റെ പൊന്നു മനുഷ്യ, എന്നാ എനിക്ക് പണി ഉണ്ടാക്കി വെക്കരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒന്ന് പുറം പിന്നിട്ട് ഇപ്പൊ നേരെ ആയോളൂ. കൊറേ കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ എങ്ങനെ പറിക്കും എന്നുള്ളതാ ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നു ഇല്ലിത്തോട്ടി വെച്ച് പറിക്കുന്നതാന്ന് തോന്നുന്നു. ഈ കമ്പനി ഉണങ്ങിപ്പോയേ. അതാവുമ്പോ ഉണ്ടല്ലോ, അതാവുമ്പോ വലിയ കനവില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ മനുഷ്യ? ഈ തോട്ടി കംപ്ലീറ്റ്ലി യൂസ്ലെസ്സാ. എന്നാ കനവാ ഇതിന്. പെണ്ണുങ്ങൾക്ക് വല്ല ഇത് എടുത്ത് നോക്കി പറിക്കാൻ പറ്റുമോ? ചുമ്മാ പൊട്ട തോട്ടി. എന്താ ഇതിന്റെ സ്ക്രൂ വരെ ചാടിപ്പോയല്ലോ. പൊടി എന്നാ ഈടായിട്ട് ഇവർക്ക് മേത്തേരം കൂടുതലാട്ടോ. പൊടി ലൂസി മാറിയെന്നേ, മാറിയ റംബൂട്ടാൻ പറിക്കട്ടെ, പറിച്ചിട്ടല്ലേ തരാൻ പറ്റുള്ളൂ. അപ്പൊ അതെ നമ്മുടെ പൂച്ച സാർ ക്യൂട്ടി കൊക്കോ. പൊടി എന്നെ ഉന്തിയിടുവാണോ ലൂസി? എന്നാ ലൂസി അതാ. അപ്പൊ നമ്മുടെ പൂച്ച സാർ ഇവിടെ രണ്ടുപേരും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം അവിടെ അട്ടിയായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. എവിടെ കാണാൻ പറ്റും. എന്ത് സുഖമല്ലേ. മനുഷ്യരാണേലും പൂച്ചയാണേലും ആ ഒരു പ്രായം സുഖമല്ലേ. ക്യൂട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിയൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാട്ടോ. പക്ഷെ കൊക്കോയ്ക്ക് വലിയ എളുപ്പമൊന്നുമില്ല. കൊക്കോ കലി കയറും പെട്ടെന്ന്. കൊക്കോ കള്ളൻ. 3 പിള്ളേർ അപ്പനാ, ഒന്നും അറിയാതെ ഇരിക്കണുണ്ടോ? കൊക്കോയെ കൊണ്ടുപോയി അനസ്താഷ്യ ബോറി ഹിൽസിന്റെ ഓർമ്മ വന്നു എനിക്ക്. ഐഷാഡോ പാലറ്റ്. അനസ്താസ്യ അല്ലേ ഇക്കോ? അനസ്തേഷ്യ എടുപ്പിച്ച് കൊക്കോടെ നഖവും വെട്ടി, പിന്നെ ചെവിയും ക്ലീൻ ചെയ്ത് മുടുക്കൻ. ഇതന്നെ മനുഷ്യൻ, നിങ്ങൾ റംബൂട്ടാൻ വെട്ടാൻ ഏൽപ്പിച്ചിട്ട് മരം തന്നെ വെട്ടിക്കളയണോ? അത് ഉണങ്ങിപ്പോയായിരുന്നു. പിന്നെ ഉണങ്ങിപ്പോയി. ചുമ്മാ വെട്ടുമോ? പുതിയ വാള് കെട്ടിയപ്പം വെട്ടാനൊരു പൂതി അല്ലേ? പുതിയ വാളൊന്നും അല്ലത് അല്ലേ? എന്നെ പൂച്ചക്കൂട്ടി കയറിയോ? എടി കൂടെ എടുത്തോണ്ട് പാടി റംബൂട്ടാൻ പറിക്കാനായിട്ട്. അവിടെ ഇട്ടുണ്ടോ? നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. പെറുക്കണ ആരാ പിന്നെ? ഓഹോ, ക്യൂട്ടി പെണ്ണേ. അവക്ക് എന്നോടാ സ്നേഹം കണ്ടോ? ക്യൂട്ടി. നീ എന്തിനാണ് എനിക്കിട്ട് ഉമ്മ വയ്ക്കണേ? പോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അവിടെയൊക്കെ മേളിലാണ് കേട്ടോ ഫുള്ള് പഴുത്ത് കിടക്കുന്നത്. അണ്ണാനും കിളിയൊക്കെ തിന്ന് പോണതിന് മുമ്പ് നമുക്ക് പറിച്ചെടുക്കണം. ഇന്ന് ഈ വാക്കത്തി അത്തയിലേക്ക് വച്ച് കേട്ട് എങ്ങനെയുണ്ട്? ഇത് പോരെ? നീ കയ്യിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കയ്യിൽ അറിയാതെ അവള് കടിക്കും കേട്ടോ. വലിച്ചു കെട്ടിക്കോ. ഒറ്റ വലിക്ക് താഴെ പോരണ്ട കത്തി. റംബൂട്ടാനെ പോരും. അവക്ക് ഇപ്പൊ റംബൂട്ടാൻ വേണോ? അതാണ് കാര്യം. പറിക്കട്ടെന്നേ. കൊതിയാണോ അവക്ക്?
ആ ഫസ്റ്റ് ആൾ തന്നെ പറയണം കേട്ടോ അവളുടെ കൊതിയെ പറ്റി. എനിക്ക് അത്ര കൊതിയൊന്നുമില്ല കേട്ടോ. അതെ, കിട്ടിയ ഒരു 5-8 തിന്നുന്നേ ഉള്ളൂ. ഞാൻ കെട്ടിയതായോണ്ട് പറയുവാണ്, മാറി നിന്നോളാം. ഇവിടെ ഒന്ന് വലിച്ചിട്ട് കാര്യമില്ല മനുഷ്യ. ഇത് അപ്പുറം കൊണ്ടുപോയിക്കാം, അവിടെ മൊത്തം കായ. ഇന്ന് നമുക്കറിയാൻ പറ്റും ഐ ആം ബ്രിൻറ്റോയുടെ എക്സെട്ര. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്നെ ട്രോളാൻ വേണ്ടി വന്നിരിക്കണോ? ഒരു വലിയ കുല പോരട്ടെ. ഇത് കൊലയിലാണോ ഉടക്കിയേക്കണേ? കൊല. ആ നമ്മുടെ കെട്ടിയ മോശക്കാരനല്ല. ലൂസി തരാം. മോശക്കാരനല്ല. ഹേ, വെള്ളത്തിലിട്ടില്ലെങ്കിൽ അവിടെ എടുത്തോണ്ട് പോകും. ആരൊക്കെയാ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ലൂസി, റോക്കി, കിച്ചാമണി എല്ലാരും കേട്ടോ. ആകെ 3 പഴം ചാടി, 4 പഴം ചാടി. കയ്യെ കടിക്കരുത്, മാറിയേക്ക്. കൈയൊക്കെ വേണേ സൂക്ഷിച്ചു. ഓ, സ്വന്തം പെണ്ണുമ്പിളക്ക് കൊടുത്തു നോക്കേ. ലൂസിക്ക് കൊടുത്തു. നീ കഴിക്കില്ലല്ലോ. എനിക്കും കൂടെ. ഇതിൽ വീണതാണ്. നല്ല മീനിന്റെ മണം ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ്. ചാമണി എടുക്കണ്ടേ? അവളെ ആ തൊണ്ടുകൊണ്ട് കിടക്കണം. റോക്കിക്ക് പിന്നെ വായി കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. കൈ കടിച്ചു കുറച്ചുകൊണ്ട് പോലെ. ലൂസിക്ക് പിന്നെ ഒരു നോട്ടമില്ല. നീ കഴിക്കുമോ? കഴിക്കുമെങ്കിൽ തരാം. എന്നാ കഴിക്കുമെങ്കിൽ മാത്രം, നിനക്കല്ല. ലൂസി കൊതി പാടില്ല കേട്ടോ. എന്നാ സാധനം അടി നീ വന്നടി. ഇവിടെ വന്ന നീ ഇവിടെ അവളെങ്ങ് പിടിച്ചേ. ഞാൻ പിടിച്ചാലും നിക്കോ? ആ നിക്കും. ഓ ഇങ്ങനെ. ആ ഫസ്റ്റ് താഴെയും പോയി, കൊതിന്റെ താഴെയും പോയി. എന്റെ പൊന്നു റോക്കി, അതൊക്കെ തരം കിട്ടുമ്പോ തിന്നണ്ടേ. അവസാനത്തെ ഓർമ്മ നിനക്ക് തരും കേട്ടോ. അവള് വാലാട്ടി ഇങ്ങനെ പൊട്ടണമില്ലല്ലോ. അവൾക്കറിയാട്ടോ പറ്റിപ്പീസാ. റോക്കി, ലൂസി ദൂരേക്ക് പോട്ടെ. എടി അവൻ കഴിച്ചോ? അത് കഴിച്ചോ? അതേ അവന്റെ വായിലിരിക്കണം. അവൻ എടുക്കട്ടെ, നീക്ക് കിട്ടിയില്ല അല്ലേ? അവളോട് കുറെ പോയി. കിച്ചാമണിക്ക് കിട്ടിയില്ലേ? കിച്ചാമണി നിനക്ക് വെള്ളത്തിൽ ചാടാത്ത നല്ലതരാടി. കിച്ചാമണി ഇതിനെ പറ്റിച്ചടി. ഇവക്ക് മാത്രം ഉണ്ടല്ലോ, നമുക്ക് കയ്യിൽ കൊടുക്കാൻ പറ്റില്ല. ഒറ്റ കടിയായിരിക്കും. മതി മതി, എത്ര ഉള്ളു, പോട്ടെ. ഇനി അടുത്ത കൊലകൾ അങ്ങ് പോരട്ടെ. നേരത്തെ ചാടി കിടക്കണമെന്നല്ലോ, ഇതിങ്ങനെ അവൾക്ക് കൊടുത്തേക്കാം. മനുഷ്യർക്ക് വല്ലതും താന്നേ. ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കണില്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ടോ റോക്കി? എന്നാ എടാ ഇത് കഴിക്കടാ. അതെ, അവള് വന്നു. പാട്ട് പാടാനറിയാതെ റോക്കി. അല്ലെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെയാണല്ലോ. ആണുങ്ങള് പാവങ്ങള്. ഒരുത്തിയാണോ ഒരുത്തനാണോ ആയിരിക്കുന്നത്? ക്യൂട്ടിയാണോ കൊക്കോയാണോ? കൊക്കോ ധ്യാനത്തിലാണ്. ലൂസി അവിടെ പോട്ടെ. നടാ എടാ പാടാ. അവനെ വിളിച്ചപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി കേട്ടോ. അതെ, റംബൂട്ടൻ നോക്കി വായം പൊളിച്ചിക്കണൊക്കെ കൊള്ളാം. കത്തി ഞാൻ കെട്ടിയതാണ്, സൂക്ഷിച്ച് അടി നിന്നോണം. കത്തി വന്ന് തലയിലേക്ക് വീഴാൻ. ഇപ്പൊ തന്നെ അപ്പൂപ്പിന്റെ വല്ല ആടണ പോലെയുള്ള ആടണേ. അതൊക്കെ എങ്ങനെയൊക്കെ ആടും. നല്ല ഉന്നുണ്ടോ നോക്കട്ടെ. പാരയ്ക്ക് ഒറ്റവലി. ലൂസി കൊണ്ടുപോയി. ഓടി വാടി. അവൾ മണക്കാൻ പോയിട്ട് ലൂസിക്ക് മണം കിട്ടിയില്ല. കൊണ്ടോയിക്കോ. കൈ കൊണ്ട് പോരുത് കേട്ടോ ലൂസിക്ക് പിന്നെ പൊട്ടിക്കാതെ അതിന്റെ സ്മെല്ല് കിട്ടത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ മരത്തിലെ മൊത്തം റംബൂട്ടാൻ നമ്മൾ പറിക്കും അല്ലേ? ഇന്ന് മൊത്തം പറിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. അടുത്ത എവിടെ ചാറിനെ നോക്കിക്കോട്ടോ. അതിന്റെ മേളിൽ പോയി. അതെടുക്കാം, കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കൈ കഴിക്കും. ഭാരം കനമായി തോട്ടിക്ക് അല്ലേ? കനമുണ്ട്. കിച്ചാവണി തേടി ഓർഡറി ലൂസി കൊണ്ടുപോയിട്ടോ. അത് ഒരെണ്ണം ലൂസി കൊണ്ടുപോയി. ഒരു കണക്കിന് അത് നല്ല, അതും കടിച്ചുകൊണ്ട് നടന്നോളും. നമുക്ക് ഇത്രയും റംബൂട്ടാനായിട്ടോ കിട്ടിയത്. ബാക്കി ഇനി ഇതിലൊക്കെ ഓരോന്നോരോന്ന് കിടപ്പുണ്ട്. അത് ഭയങ്കര പാടാണ് പറിക്കാനായിട്ട്. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള റംബൂട്ടാനാണ്. കാരണം നല്ല റെഡ് കളറിലെ വെയിലൊക്കെ കൊണ്ട് കിടന്നതാണ്. അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മൾ പറിച്ചു. അപ്പോൾ ഞാനും കിച്ചാമണിയും ചിക്കും കൂടെ ഇത് തിന്നാൻ പോവാട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ കുറേ തിന്നു കേട്ടോ ഓൾറെഡി. നല്ല റെഡ് കളറിൽ ഇങ്ങനെ കടിക്കുമ്പോൾ തന്നെ നല്ല നല്ല തേൻ മധുരമാണ്. ഈ റംബൂട്ടാൻ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ.
ഒത്തിരി ഗുണങ്ങളുണ്ട്. ഈ റംബൂട്ടാൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈറ്റമിൻ സി ഒരുപാടുള്ളൊരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യും. ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഉണ്ടാകുന്നതിനെ തടഞ്ഞ് നമ്മുടെ ബോഡി സെൽസിനെ ഭയങ്കരമായിട്ട് നറിഷ് ചെയ്യുന്നൊരു ഫ്രൂട്ടാണ്. അപ്പം പ്രായമാകുന്നത് ഏജിങ് ഒക്കെ തടഞ്ഞ് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ട് വെക്കാനായിട്ട് ഈ റംബൂട്ടാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സോ ഇത് ഭയങ്കര നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ നല്ല ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടുമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇത് നടുവാണെങ്കിൽ വിത്തിൻ ഇയേഴ്സ് തന്നെ ഇത് ഫ്രൂട്ട് ഉണ്ടാവുന്ന നല്ലൊരു മരമാണ്. പെട്ടെന്ന് തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവും, ഒരുപാടുണ്ടാവും. അപ്പം ഏറ്റവും നമ്മുടെ ഈ ക്ലൈമറ്റിന്, കേരളത്തിലെ ഏറ്റവും ക്ലൈമറ്റിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്. നിറയെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത്. ആകെ 2 മരങ്ങളൊക്കെ ഉള്ളൂ, റംബൂട്ടാനും മാവും ഒക്കെയാണ്. മാംഗോ ഫ്രൂട്ട് നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അതുപോലെ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഇത്. അപ്പോൾ എനിവേ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവരും റംബൂട്ടാനൊക്കെ കഴിച്ചു ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.